ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നാലാമത്തെ കൈലാസമായ തമിഴ്നാട്ടിലെ താമ്രഭരണിയുടെ സൈഡിലുള്ള കൈലാസമായ കോത പരമേശ്വര ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. കുറേ ഇടവഴി കൂടെ ഒക്കെ കറങ്ങി അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദർശനം നടത്താനായിട്ട് പോവാണ്. ഇതൊരു ഗ്രാമത്തിൻ്റെ നടുക്കുള്ള ഇതാണ്. വഴി നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ കോത പരമേശ്വര ടെമ്പിളിൽ ദർശനം നടത്താനായിട്ട് എത്തിയിരിക്കുകയാണ്. അകത്ത് വീഡിയോ എടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവാണ് അല്ലേ, രാഹു ആണ് ഇവിടുത്തെ നക്ഷത്രം. പിന്നെ രാഹുദോഷമുള്ളവർ കല്യാണ തടസ്സം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദർശനം നടത്തിയാൽ മാറുമെന്ന് പറയുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവാണ്. இந்த கோவிலிന്റെ പ്രത്യേകത എന്താണ്? அந்த இது அங்கதான் கோவிலோட வரலாறு அந்த எழுதி என்ன பிரத்யேகதை இருக்கு இந்த கோவிலுக்கு? இது வந்து நவ கைலாசத்தில் இருக்கு இல்லையா? நாலாமത്തെ கைலாசம். இங்கே கிரகம் இது ராகு. வேற எதுக்கொക്കെ பூஜை இங்கே இருக்கு? இங்கே எதுக்கொക്കെ பூஜை இருக்கு? இது புரியல. எது പ്രത്യേകത എന്താണ് ഇവിടെ? സ്പെഷ്യാലിറ്റി രാഹു പരിഹാര സ്ഥലം, രാഹു ദോഷ പരിഹാര സ്ഥലം. അപ്പം നാലാമത്തെ അമ്പലത്തിലെ ദർശനത്തിന് വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. നാലാമത്തെ കൈലാസമായ കോത പരമേശ്വര ടെമ്പിളാണ്. അതിൻ്റെ ദർശനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓം നമഃ ശിവായ, ഹര ഹര മഹാദേവ. കോത പരമേശ്വര ടെമ്പിളിൽ കഴിഞ്ഞ പോലെ മക്കളില്ലായ്മകൾക്ക് എല്ലാം വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടെ ചൊവ്വല്ല, രാഹു. ഇവിടെ രാഹു അമ്പലത്തിലെ ദർശനം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് ദേവിയുടെ നടയാണ്. നന്ദിയാണ് കാണുന്നത്. കോത പരമേശ്വർ ടെമ്പിളിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നാലാമത്തെ കൈലാസമായ താമ്രഭരണിയുടെ അടുത്തുള്ള കോത പരമേശ്വര ടെമ്പിൾ. അങ്ങനെ അടുത്ത 5ാമത്തെ കൈലാസത്തിലേക്ക് ഇനിയും വിടുന്നു പുറപ്പെടുകയാണ്.